ജില്ലയിൽ സിപിഎമ്മിന്റെ സംഘാടനപരവും രാഷ്ട്രീയപരവുമായ കരുത്തും ഐക്യവും വിളിച്ചോതുന്ന ബഹുജന പ്രകടനം ജില്ലാ സമ്മേളന സമാപനം കുറിച്ച് ബുധനാഴ്ച വൈകുന്നേരം കാലിക്കടവ് നടന്നു. സംഘശക്തി വിളംബരം ചെയ്ത് റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ 50,000-ഓളം പേർ അണിനിരുന്ന വൻ പ്രകടനത്തോടെയാണ് സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചത്. പാർട്ടി സമ്മേളന റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും സംസാരിച്ചത്. വാർത്ത നൽകി തെറ്റിദ്ധാരണ പടർത്തി പാർട്ടിയെ തകർക്കാനാണ് ശ്രമമെന്നും ചില മാധ്യമങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെ പോലെയാണ് വാർത്തകൾ നൽകിയതെന്നും പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചില മാധ്യമങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെ പോലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ ആരും അവിടെ പങ്കെടുത്ത് വിവരങ്ങൾ എടുത്ത് നൽകുന്നതാണ് എന്ന് ഒരുപക്ഷെ ചിലർ ധരിച്ചിട്ടുണ്ടാകാം. യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ നടന്ന ചർച്ചയും ഇവർ നൽകിയ റിപ്പോർട്ടുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. ഈ പത്രപ്രവർത്തകന്മാർ അവർ പങ്കെടുക്കുമായിരുന്നെങ്കിൽ അവർ പാർട്ടിയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് സമ്മേളനത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയം നേടും, അതിലാരും തന്നെ സംശയിക്കേണ്ട. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരാജയത്തിന്റെ വിളംബരമാണ് ജനസമ്പർക്ക പരിപാടിയെന്നും കോടിയേരി പറഞ്ഞു. 20ാം പാർട്ടി കോൺഗ്രസോടെ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. KP സതീഷ് ചന്ദ്രൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കരുണാകരൻ MP, ശ്രീമതി ടീച്ചർ, AK നാരായണൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.